നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപ് മോഹിച്ച് ആശിച്ച് കാത്തിരിക്കുന്ന നൊബേൽ സമ്മാനം നരേന്ദ്രമോദി അടിച്ചുമാറ്റുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അത് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുദ്ധം താനാണ് അവസാനിപ്പിച്ചതെന്ന് എല്ലാ വേദികളും കിടന്ന് പ്രസംഗിക്കുന്ന ട്രംപിനെ കൊണ്ട് 1% പോലും യുദ്ധം നിർത്താനുള്ള ഒരു നീക്കത്തിൽ ഇടപെടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ മോദി ചൈനയിൽ പോയി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പുടിനെത്തുന്നതാണ് ട്രംപിനെ ഏറെ ആശങ്കാജനകമാക്കുന്നത്. ട്രംപിനിപ്പോൾ സമനിലയാകെ തെറ്റിയിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ആ നൊബേൽ സമ്മാനം മോദിക്ക് കിട്ടുമോ എന്നാണ് പലരും സംശയം ഉന്നയിക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്നല്ലേ? ചൈനയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക നേതാക്കൾ തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച മാത്രമായിരിക്കില്ല അത്. ഇതുവരെ ഉണ്ടായിരുന്ന പവർ രാജ്യങ്ങളെ മാറ്റിമറിക്കുന്ന പല തീരുമാനങ്ങളുടെയും തുടക്കമായിരിക്കുമെന്നാണ് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയെന്ന വാർത്ത വെറുതെ തള്ളിക്കളയാനാവില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ റഷ്യയ്ക്കും മറ്റു നേതാക്കൾക്കും ഉചിതമായ സൂചന നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് സെലൻസ്കി പിന്നീട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചതും വലിയ വാർത്തയാവുകയാണ്. ചൈനയിൽ നടക്കാൻ പോകുന്നത് ലോക നേതാക്കൾ തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച മാത്രമായിരിക്കില്ല. അത് ഇതുവരെ ഉണ്ടായിരുന്ന പവർ രാജ്യങ്ങളെ മാറ്റിമറിക്കുന്ന പല തീരുമാനങ്ങളുടെയും തുടക്കമായിരിക്കുമെന്നാണ് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയെന്ന വാർത്ത വെറുതെ തള്ളിക്കളയാനാവില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ ആഗോള വിപണികളെ അസ്വസ്ഥമാക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ത്രിരാഷ്ട്ര കൂടിക്കാഴ്ചയെ ലോകം ഉറ്റുനോക്കുകയാണ്. പല സൂചനകളും പുറത്തുവരുന്നുണ്ട്. ചൈനയിലെ ടിയാൻജിനിൽ വിമാനം ഇറങ്ങിയതിനു ശേഷം പ്രധാനമന്ത്രി മോദി എക്സിൽ ഇങ്ങനെ കുറിച്ചു: ഇന്നത്തെ ഫോൺ കോളിന് പ്രസിഡന്റ് സെലൻസ്കിക്ക് നന്ദി. നിലവിലുള്ള സംഘർഷത്തെക്കുറിച്ചും അതിന്റെ മാനുഷിക വശങ്ങളെക്കുറിച്ചും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ഞങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറി. ഈ ദിശയിലുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുന്നു. യുക്രൈനുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് സെലൻസ്കി പ്രധാനമന്ത്രിയെ അറിയിച്ചു. സംഘർഷം സമാധാനപരമായി പരിഹരിക്കാനുള്ള ഇന്ത്യയുടെ ഉറച്ച നിലപാടിനും അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. ഇരകളുടെ കുടുംബങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും അനുശോചനം അറിയിച്ചതിന് പ്രധാനമന്ത്രിയോട് താൻ നന്ദി പറയുന്നു. ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്ക് മുന്നോടിയായി ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ ഏകോപിപ്പിച്ചു. ഈ യുദ്ധത്തിന്റെ അവസാനം ഉടനടി വെടിനിർത്തലോടെ ആവശ്യമായ നിശബ്ദതയോടെ ആരംഭിക്കണം. ഈ നിലപാട് എല്ലാവരും മനസ്സിലാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് സെലൻസ്കി പറഞ്ഞത്. നിർണായകമായ SCO ഉച്ചകോടിക്ക് മുന്നോടിയായി റഷ്യയ്ക്കും മറ്റു നേതാക്കൾക്കും ആവശ്യമായ ശ്രമങ്ങൾ നടത്താനും ഉചിതമായ സൂചന നൽകാനും ഇന്ത്യ തയ്യാറാണെന്നും സെലൻസ്കി ഉറപ്പു നൽകി. പ്രധാനമന്ത്രി മോദിയുടെ ചൈന സന്ദർശനത്തിന്റെ പ്രാധാന്യം സെലൻസ്കിയുടെ പരാമർശങ്ങൾ അടിവരയിടുന്നുണ്ട്. ട്രംപിന്റെ കീഴിൽ അമേരിക്ക നടത്തുന്ന താരിഫ് യുദ്ധത്തിനെതിരെ ശക്തി പ്രകടനമാണിതെന്നും പലരും വിശേഷിപ്പിക്കുന്നുണ്ട്. ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിനും കടുത്ത താരിഫ് ഭീഷണികൾക്കുമെതിരെ വിവിധ രാജ്യങ്ങൾ പോരാടുകയാണ്. ഇതിൽ 50% ലെവികൾ ചുമത്തിയ ഇന്ത്യയും ഉൾപ്പെടുന്നു. റഷ്യ വലിയ ഉപരോധങ്ങൾ നേരിടുന്നു. അതേസമയം അപൂർവ ഭൂമി കാന്തങ്ങളുടെ കയറ്റുമതിക്ക് 200% തീരുവ ചുമത്തുമെന്ന ഭീഷണി ചൈന നേരിടുന്നുണ്ട്. സമാധാന കരാറിനായുള്ള ചർച്ചകളിലേക്ക് റഷ്യയെ തള്ളിവിടുന്നതിന് ഇന്ത്യക്ക് മേലുള്ള താരിഫ് അനിവാര്യമാണെന്ന് അമേരിക്ക വാദിക്കുകയാണ്. ഈ മാസം പ്രധാനമന്ത്രി മോദിയും സെലൻസ്കിയും തമ്മിലുള്ള രണ്ടാമത്തെ ടെലിഫോൺ സംഭാഷണമായിരുന്നു ഇത്. ഓഗസ്റ്റ് 11 ഇരുവരും സമാനമായൊരു സംഭാഷണം നടത്തിയിരുന്നു. ഒരു ഫോൺ കോളിനിടെ പ്രധാനമന്ത്രി മോദി പുടിനോടും സമാധാന ശ്രമങ്ങളെക്കുറിച്ചും സംസാരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കീവ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. 2023 മെയ് 20 ജപ്പാനിലെ ഹിരോഷിമയിൽ നടന്ന G7 ഉച്ചകോടിക്കിടെയാണ് റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം നേതാക്കൾ ആദ്യമായി കണ്ടുമുട്ടിയത്. ഈ കൂടിക്കാഴ്ചയിൽ യുദ്ധം മാനവികതയുടെ പ്രശ്നമാണ് എന്ന് പ്രധാനമന്ത്രി മോദി ഊന്നിപ്പറയുകയും സമാധാനത്തിനും മാനുഷിക പിന്തുണയ്ക്കുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു. ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ശക്തിയായി ഉയർന്നു വരുന്ന ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ സ്വീകാര്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ്. ലോക പോലീസ് എന്ന അഹങ്കാരം തലയ്ക്ക് പിടിച്ച അമേരിക്കൻ അധികാര കസയിൽ ഇരുന്ന മറ്റുള്ള രാജ്യങ്ങളുടെ തലയിൽ മണ്ണ് വാരിയിട്ട് അത് തട്ടിക്കൊടുത്തതിനു ശേഷം സമാധാന മാലാക എന്ന് സ്വയം വിളിക്കുന്ന ട്രംപിനെ ഇതുവരെ യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ പുടിനെ അനുനയിപ്പിക്കാനായിട്ടില്ല.
ഒരുപക്ഷെ മോദിക്ക് അതിന് സാധിച്ചാൽ 78 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ എന്ന വികസ്വര രാജ്യം നേടിയ കരുത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും തെളിവായിരിക്കും ഇത് എന്നതിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല, അതിനേക്കാൾ ഏറെ വർഷങ്ങളോളം, അതായത് ഏകദേശം 200 വർഷക്കാലം കൊണ്ട് സകലതും ഊറ്റിയെടുത്തുകൊണ്ടുപോയ ആ പഴയ കൊളോണിയൽ ചരിത്രത്തിനോടുള്ള മധുര പ്രതികാരം കൂടിയായിരിക്കും ഇത്. ഏതായാലും അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, ഇന്ത്യക്കൊപ്പം വമ്പന്മാർ കൂടിയാണ് ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്തുന്ന ട്രംപിന്റെ ഭീഷണിക്ക് മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് അടിവരയിടുന്ന വിവേചനപരമായ ഉപരോധങ്ങൾക്കെതിരെ റഷ്യയും ചൈനയും പൊതുനിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇത്തരം നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയിലെ ടിയാൻജിനിൽ ഷാങ്ഹായ് സഹകരണ ഓർഗനൈസേഷന്റെ ഉച്ചകോടിക്കായി എത്തിയ അദ്ദേഹം ചൈനയിലെ സിൻഹുവ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബ്രിക്സ് രാജ്യങ്ങൾക്ക് 10% അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിക്കിടെയാണ് പുടിന്റെ ഈ പരാമർശം. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഇറാൻ, എത്യോപ്യ, ഈജിപ്ത്, UAE തുടങ്ങിയ രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത്. അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കായുള്ള അധിക വിഭവ സമാഹരണത്തിൽ റഷ്യയും ചൈനയും പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആഗോള വെല്ലുവിളികളെ നേരിടാനായി ബ്രിക്സിനെ ശക്തിപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണെന്നും പുടിൻ പറഞ്ഞു. എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമാകുമെന്ന പുരോഗതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ മഹത്തായ ലക്ഷ്യത്തിലേക്ക് റഷ്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നതിനിടെ SCO ഉച്ചകോടിക്കായി ടിയാൻജിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനുമായി വൈകാതെ കൂടിക്കാഴ്ച നടത്തും. US-ന്റെ തീരുവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കുമെന്നാണ് സൂചന. നേരത്തെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പരസ്പര വിജയത്തിന് വഴിയൊരുക്കുന്ന പങ്കാളികളാകണമെന്നാണ് കൂടിക്കാഴ്ചയ്ക്കിടെ ഷീ ജിൻപിങ് മോദിയോട് പറഞ്ഞത്. നമ്മൾ എതിരാളികളല്ലെന്നും പങ്കാളികളാണെന്നും മോദിയും പറഞ്ഞു. ഷീ ജിൻപിങ്ങിനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ട്രംപിന്റെ തീരുവ ഇന്ത്യൻ കയറ്റുമതിയെയും വിപണിയെയും ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ചൈനയുമായി റഷ്യയുമായുള്ള പ്രധാനമന്ത്രിയുടെ ചർച്ചകളേറെ നിർണായകമാണ്.